നിങ്ങൾ കളിച്ചോ ജയിച്ചാണോ ഇത്? എല്ലാവരും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമായിരുന്നു മോഹൻലാൽ ചോദിച്ചത്. ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഒത്തുകളിച്ച് പെങ്ങളൂട്ടിക്ക് പോയിന്റ് കൊടുക്കാനുള്ള ശ്രമത്തെയാണ് മോഹൻലാൽ എടുത്തു കാട്ടിയത്. എല്ലാ ഗെയിമും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഗെയിമില് ഒറ്റയ്ക്ക് കളിച്ചോ നല്ല ചോദിച്ചത്. ഇപ്പൊ കട്ട എടുക്കുന്ന ടാസ്കില് നന്ദനയ്ക്ക് വരാൻ സായിക്ക് കളിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഉൾപ്പെടുന്ന ടാസ്കുകളിൽ ഒത്തുകളി നടത്തിയോ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. തുടർന്ന് ഇവരുടെ ഈ ഒരു ഒത്തുകളിയെ കുറിച്ച് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളുടെ അടുത്തും മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ഒത്തുകളി കാരണം 2 തവണ പോയിന്റ് പോയ ആളാണ് ജിൻഡോ. ഒത്തുകളി ഒരു രീതിയിൽ സ്ട്രാറ്റജിയാണ്, എന്നാൽ മറ്റൊരു രീതിയിൽ അത് അനീതിയായിട്ട് തോന്നുകയും ചെയ്യും. ലാസ്റ്റ് ടാസ്കിൽ നന്ദനെ ഒരു രീതിയിലും തൊടാതെയാണ് സിജോയും സായും കളിച്ചത്. ജിൻഡോ നന്ദനക്കെതിരെ കളിച്ചപ്പോൾ പിടിച്ചു നിർത്തി സായി ബാഗ് പൊട്ടിച്ച് വിടുന്നുണ്ടായിരുന്നു. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇതെന്താ ബാങ്കോ? നിങ്ങൾ കാട്ടുതീയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിലാണോ ഇപ്പൊ പണി? ഇത് ബിഗ് ബോസ് ഷോ ആണ്, അവസാനം വരെ പൊരുതും എന്നൊക്കെയുള്ള വീരവാദങ്ങൾ മഴയിൽ ഒലിച്ചു പോയ പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആ സ്റ്റേജിലല്ല, എല്ലാ സ്റ്റേജിലും എപ്പിസോഡുകളിലും നന്ദനയുടെ രക്ഷകനായിട്ട് സായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നന്ദനെ ടാർഗറ്റ് ചെയ്താൽ ജിൻഡോയ്ക്കെതിരെ ഒരു ബോംബ് പൊട്ടിച്ച് കപ്പ് കൊടുക്കാതെ ആക്കും എന്നുള്ള സംസാരമൊക്കെ നമ്മൾ കേട്ടതാണ്. നന്ദനയോട് എത്ര തവണ ചോദിച്ചാലും ഞാൻ ഒറ്റയ്ക്കാണ് കളിച്ചതെന്ന് മാത്രമേ പറയത്തുള്ളൂ. തെളിവ് സഹിതം കാണിച്ചാൽ ചിലപ്പോൾ മാറ്റി പറയും. ഇനിയിപ്പോ ഈ എപ്പിസോഡ് കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അധികം ചോദ്യങ്ങൾ മോഹൻലാലിന്റെ അടുത്ത് നിന്നും തുടർന്നുണ്ടാവത്തില്ല.